15-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, എനിക്കും ദൈവത്തിനുമിടയിൽ ഇടത്തട്ടുകാരൻ വേണ്ട, പൂജാരി വേണ്ട, നേരിട്ട് ദൈവത്തോട് സംവദിക്കാൻ വേണ്ടിയിട്ട് പാട്ടുപാടുക. ഹരഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ, പാമരനെ ഉനക്കതിൽ പാരമെന്നേടാ. പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, പാട്ടുകൾ ഉണ്ടാവുക, മന്ത്രങ്ങൾ ചൊല്ലുക. ആ മന്ത്രങ്ങളും പാട്ടുകളും ഒരുമിച്ച് പാടുമ്പോ, ഈ ശബരിമല മണ്ഡലകാല സമയമല്ലേ, ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ശബരിമല സ്വാമിമാരുടെ ഭജന. ആ ഭജന ഉണ്ടാകുമ്പോ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ഒരുമിച്ച് താളമുണ്ടാകുന്നു, ഒറ്റ ഹൃദയമാകുന്നു, അദ്വൈത പത്മമുണ്ടാകുന്നു, ഒറ്റ ചിന്തയുണ്ടാകുന്നു, ഒരേയൊരു ലക്ഷ്യം ശബരിമല, ഒറ്റ മനസ്സാകുന്നു, ഞാനും നീയും രണ്ടല്ലാതാകുന്നു. അവിടെയാണ് ഭാരതത്തിന്റെ അദ്വൈതം ഉണ്ടാകുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 41 ദിവസം വ്രതമെടുത്ത് നേരം പുലരുമ്പോ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തണുത്ത ധനുർമകരെ ഘോരഘോരെ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വാക്ക് മനസാ വാച കർമ്മണ ചിട്ടയോടുകൂടി നടന്ന് കഷ്ടപ്പെട്ട് ഈ മാല സ്വീകരിക്കാൻ ഗുരുവിനെ വണങ്ങി ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമൂടി കെട്ടുകളും താങ്ങി 18-ാം പടി കയറി ഭഗവാനെ തൊഴുമ്പോ അവിടെ എന്താ എഴുതി വെച്ച? അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്നല്ലേ? അത് നീയാകുന്നു എന്നല്ലേ? നീ തേടിയത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നല്ലേ? രണ്ടല്ല എന്നല്ലേ? അത് നീയാകുന്നു. തത്ത് അത്, ത്വം നീ, അസി ആകുന്നു. നീ എപ്പോൾ ദൈവമാകുന്നു. ചെറിയൊരു ചലനം, നീ ഉടുത്ത മുണ്ടൊന്ന് കറുപ്പിലേക്ക് മാറൂ, നിന്റെ കഴുത്തിൽ ഒരു മാല അണിയൂ, നീ അപ്പ സ്വാമിയായി, നീ അപ്പ അയ്യപ്പനായി. ചെറിയ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ എല്ലാവരും സ്വാമിയായി, എല്ലാവരും അയ്യപ്പയായി. പിന്നെ വിളിക്കുക സ്വാമി എന്നല്ലേ, അയ്യപ്പ എന്നല്ലേ? നമ്മളിൽ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുത്തെത്താനുള്ള ചെറിയൊരു വിടവ് മാത്രമേ നമ്മുടെ ഉള്ളിൽ ബാക്കിയുള്ളൂ. ആ വിടവ് പരിഹരിക്കാനാണ് ഉത്സവങ്ങൾ, പ്രാർത്ഥനകൾ, ഭക്തി. അതാണ് ആ വെളിച്ചത്തിലേക്ക് എത്തണം. ഏതാ വെളിച്ചം? മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ദിവാകരൻ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ആ പേര് കിട്ടിയത് ദിവം കരമായിരിക്കുന്നവനാണ്. വെളിച്ചമാണ് കരമായിരിക്കുന്നത് സൂര്യന്റെ. അപ്പൊ ദിവം പ്രകാശമാണ്. അപ്പൊ ദൈവമോ പ്രകാശം കൊടുക്കുന്നവനാണ്. എവിടത്തേക്ക് പ്രകാശം? അപ്പൊ ദൈവം ആരാ? കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി മന്ത്രിയാ? വെളിച്ചം തരുന്നവൻ. LED ബൾബ്, CFL ബൾബ്, ഹാലോജൻ ബൾബ്, ആ പ്രകാശമല്ല, ആന്തരികമായ വെളിച്ചം. ആ വെളിച്ചം കൊണ്ടാ ഈ വെളിച്ചം നമുക്ക് കിട്ടിയത്. തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ് ഈ വെളിച്ചം ഉണ്ടാക്കാൻ കാരണം. ആ എഡിസന് ആ വെളിച്ചം ഉണ്ടാക്കി കൊടുത്തത് അവന്റെ അമ്മയാകുന്ന ഒരു ദേവിയാണ്. അവന്റെ അമ്മയാകുന്ന ഒരു ദേവിയാണ്. തോമസ് ആൽവാ എഡിസൺ ചെറിയ കുട്ടിയായിരിക്കുമ്പോ മഹാകുസൃതിയ, മഹാഗുരുത്തക്കേട. അവന് ദൈവാംശം നല്ലോണം ഉള്ളത് കൊണ്ടാ ഗുരുത്തക്കേട്. അതുകൊണ്ട് കുട്ടികൾ ഗുരുത്തക്കേട് കളിക്കുമ്പോ നിങ്ങൾ അവരെ തൊഴുക. കാരണം നല്ല ദൈവമായത് കൊണ്ട് അവൻ ഗുരുത്തക്കേട് കളിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഗുരുത്തക്കേട് കളിച്ച കുട്ടിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ പ്രാർത്ഥിക്കുന്നത്. ആരാത്? ഏറ്റവും വലിയ ഗുരുത്തക്കേട് കളിച്ചവൻ ഭഗവാൻ കൃഷ്ണനല്ലേ? കൃഷ്ണനല്ലേ? നിങ്ങളുടെ മക്കൾ ഗുരുത്തക്കേട് കളിച്ചാൽ ഏഹേ, ഭഗവാൻ കൃഷ്ണൻ ഗുരുത്തക്കേട് കളിച്ചാൽ ആഹാ, അതെന്ത് ന്യായ? നിങ്ങളുടെ മക്കൾ കുരുത്തക്കേട് കളിക്കുന്നത് ഭഗവാനാകുന്നതാ. അപ്പൊ കുരുത്തക്കേട് കളിക്കുമ്പോൾ തൊഴുക, തൊഴുക. ആ കുരുത്തക്കേടിന്റെ വികാസം, അവന്റെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് എല്ലാം നെഗറ്റീവിലൂടെ മറുപടി കൊടുത്തത് കൊണ്ടല്ല. കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് വധശിക്ഷയ്ക്ക് വിധേയനായ ഒരു ദൈവമാണ് കൃഷ്ണനും യേശു ക്രിസ്തു അല്ലേ? ജനിക്കുന്നതിന് മുമ്പ് വധശിക്ഷയ്ക്ക് വിധേയനായി. ദേവകിയുടെയും വസുദേവരുടെയും വിവാഹം കഴിഞ്ഞ ഉടനെ ഈ കൃഷ്ണൻ ജനിക്കുമെന്ന് ഭയന്നിട്ട് അവനെ കൊല്ലാൻ നേരത്തെ കംസൻ വിധിച്ചു വച്ചല്ലോ. ആ കൃഷ്ണൻ എങ്ങനെ ഇത്രയും പ്രതിസന്ധികൾ നേരിട്ടിട്ട് ലോകമറിയപ്പെടുന്ന ദൈവമായി?
ലോകത്താകമാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുണ്ട്. രാമനെ അറിയാത്ത ഒരുപാട് ആള് ലോകത്തുണ്ട്, പക്ഷെ കൃഷ്ണനെ അറിയാം. കാരണം ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഹരേ കൃഷ്ണ ഹരേരാ എന്ന് പാട്ടും പാടിയിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനമുണ്ട് കേട്ടോ. എങ്ങനെ കൃഷ്ണനെ അറിഞ്ഞു? കൃഷ്ണന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ മാജിക് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സർഗാത്മകത കൊണ്ടാണ്. എവിടുന്ന ആ സർഗാത്മകത കിട്ടിയത്? അമ്മമാരെ, നിങ്ങൾ ദേവിയാവുക, എന്നാ നിങ്ങളുടെ മക്കൾ കൃഷ്ണനാവും. നിങ്ങളുടെ മക്കൾ എന്റെ മകൻ കൃഷ്ണനുണ്ണി, കൃഷ്ണാട്ടത്തിനു പോകേണം, കൃഷ്ണാട്ടത്തിനു പോയാൽ പോരാ. പണ്ടത്തെ നാടൻ പാട്ടാത്, അത് സിനിമാ പാട്ടായി മാറിയിട്ടുണ്ട്. നമ്മുടെ മക്കളെയെല്ലാം നമ്മൾ വിളിക്കുക കണ്ണാന്നല്ലേ. വാത്സല്യത്തിന്റെ തിടമ്പായ കണ്ണാന്ന് വിളിച്ചതിന്റെ കാരണം എന്താണെന്നറിയുമോ? കണ്ണൻ ലോകത്ത് സർഗാത്മകതയുടെ ആദ്യത്തെ ദൈവമാണ് കണ്ണൻ. ദൈവങ്ങളുടെ വികാസം മനുഷ്യന്റെ ജീവന്റെ ഉൽപ്പത്തിയും വികാസവുമാണ്. ജീവൻ ഉണ്ടായത് വെള്ളത്തിലാ. അതുകൊണ്ടാണ് നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി അന്ന് നിന്റെ വെയിൽ മറന്നു വന്ന നീരാഴി. കേട്ടിട്ടുണ്ടോ? കണ്ണാലിലെ കണ്ണാ പാലാഴി തീരയിലൊഴുകും ആലിലെ കണ്ണാന്നൊരു ദേവി കന്യാകുമാരി സിനിമയിൽ ഒരു പാട്ടുണ്ട്. അതിൽ പറയാ, നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി. അടുത്ത വരി, നീ പണ്ടൊരു മുനി കുമാരനായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മീനും ഉണ്ട് പരശുരാമനും ഉണ്ട്, രണ്ടും ആ. വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത്. പിന്നെ വെള്ളത്തിൽ മാത്രം നിൽക്കാതെ കരയിലേക്ക് കയറി പ്ലസ്സായി. ദൈവം പ്ലസ്സാവുന്ന കണ്ട, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയായി. അതാ ആമ. പിന്നെയാണ് കാട്ടിലെ ജീവിയായത്, അതാ വരാഹം, പന്നി. പിന്നീടാണ് മുഖം കണ്ട സിംഹം, കൊടല് കണ്ട നരൻ, മരത്തുമ്മ കയറുന്ന നരസിംഹം ഉണ്ടായി. പിന്നെയാണ് അവൻ മരത്തുമെന്ന് താഴെ ഇറങ്ങിയിട്ട് അവൻ ആദ്യത്തെ പ്രകൃതിയിൽ നിന്ന് ഒരു ഉപകരണം ഉണ്ടാക്കിയപ്പോഴാണ്, അവൻ കൈകൊണ്ടൊരു ഉപകരണം ഉണ്ടാക്കിയപ്പോഴാണ് അവന്റെ മാനവികതയിലേക്കുള്ള മാറ്റം ഉണ്ടാകുന്നത്. എന്താ ഉപകരണം? ഓല കൊണ്ട് ചുള്ളിക്കമ്പുകൾ പിടിച്ച് കെട്ടിയിട്ട്, ഓല അതിന്റെ മേലെ പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ള ഒരു കൊട. ആ കൊടയേന്തിയ വാമനാണ് അടുത്തത്. അതിനുശേഷമാണ് ഇരുമ്പില്ലാതെ കല്ലുകൊണ്ടും മരം കൊണ്ടും ആയുധമാക്കി നടക്കുന്നവൻ ആദ്യം മണ്ണ് കുഴിച്ചിട്ട് ഇരുമ്പ് കണ്ടെത്തിയിട്ട് ആ ഇരുമ്പ് അടിച്ച് ഉരുക്കിയിട്ട് അടിച്ച് പരത്തിയിട്ട് മൂർച്ചം വരുത്തിയിട്ട് അതിനൊരു മരത്തിന്റെ തള്ളയെടുത്തിട്ട് ചുമല് വെച്ചിട്ട് ഇരുമ്പിന്റെ പത്തിയും മരത്തിന്റെ തള്ളയും അതിനാ മഴു, അതിന് സംസ്കൃതത്തിൽ പരശു എന്ന് പറയും. പരശുരാമൻ ഉണ്ടായി, പരശുരാമൻ. അത് കഴിഞ്ഞിട്ടാണ് അവൻ രാജ്യഭരണം ആരംഭിക്കുന്നത്. രാജ്യഭരണം. അതുവരെ ഭരണമില്ല, എത്തിയെടുത്ത് കിടക്കുക, പിന്നെ നടക്കുക. അതിൽ നിന്ന് മാറിയിട്ട് ഒരിടം കിട്ടി, തന്റെ ഇടം ഉണ്ടായി, രാജ്യമുണ്ടായി, അതിരുകളുള്ള രാജ്യമുണ്ടായി. ആ രാജ്യത്ത് ഒരു ഭരണമുണ്ടായി, അവിടെ ധർമ്മനീതി ഉണ്ടായി. അതുവരെ ഒരു പെണ്ണിന് എത്ര ഭർത്താവുമാകാം, ഒരാണിന് എത്ര ഭാര്യയാകാം. രാമന്റെ അച്ഛന് 3 ഭാര്യ. രാമനിലേക്കുള്ള മാറ്റം 3 വേണ്ട, 1 മതി. ദശരഥനിൽ നിന്ന് രാമനിലേക്കുള്ള മാറ്റം സംസ്കാരത്തിന്റെ വികാസമാണ്. 3ൽ നിന്ന് 1ലേക്ക് ചുരുങ്ങിയ ഏകപത്നി വ്രതം. ആ പെണ്ണിനെ 10 തലയുള്ളവൻ കൊണ്ടുപോയാലും കടൽ കടത്തി കൊണ്ടുപോയാലും രാമന് രാജ്യത്ത് ഇഷ്ടം പോലെ സുന്ദരിമാർ വേറെ കിട്ടുമായിരുന്നു. നോ, എനിക്ക് വേണ്ട, എനക്കത് മതി എന്ന് പറഞ്ഞിട്ട് കടൽ കടന്നു പോയിട്ട് 10 തലയുള്ളവനെ കൊന്നിട്ടും അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ധാർമ്മികതയാണ് രാമന്റെ കാലഘട്ടത്തിലേക്ക് വരുന്നത്. അതാണ് സ്ത്രീയെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് വരിക. എന്നാലും രാജനീതിയുടെ പേരിൽ അവളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ധർമ്മസങ്കടവും ആ കഥയിൽ അവതരിപ്പിക്കുക. രാമായണം വായിച്ചാൽ ഏറ്റവും സുന്ദരമായ ഭാഗം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഏറ്റവും സുന്ദരമായ ഭാഗം, എനിക്ക് ആകർഷകമായ ഭാഗം, രാമൻ പ്രാർത്ഥിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാമായണത്തിൽ എവിടെയെങ്കിലും രാമൻ പ്രാർത്ഥിച്ചത് ഏതൊന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കണ്ടിട്ടുണ്ട്? 2 രാമൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വിഷ്ണുവിനെയും ശിവനെയും ദുർഗയെയും ഒന്നുമല്ല, 2 ഒന്ന് കടലിനെ സേതുബന്ധനം നടത്തി അപ്പുറം പോകാൻ കടലിനെ പ്രാർത്ഥിച്ചു, വരുണദേവനെ പ്രാർത്ഥിച്ചു. 2 രാവണവധം നടത്താൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടും ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട് മരിക്കുന്നില്ല ഈ രാവണൻ. അവസാനം തളർന്നുപോയ രാമന്റെ അടുത്ത്
അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, നീ ആദിത്യ ഹൃദയം ചൊല്ലൂ. ആരാണ് ആദിത്യൻ? സൂര്യൻ. സൂര്യനെ പ്രാർത്ഥിച്ചിട്ടാണ് രാമൻ രാവണനെ കൊല്ലുന്നത്. നിങ്ങൾ സൂര്യനെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? രാമന്റെ ഫോട്ടോ അകത്ത് വെക്കും, എന്നാ രാമൻ പ്രാർത്ഥിച്ച ദൈവത്തെ മൈൻഡ് ചെയ്യില്ല. രാവിലെ എണീറ്റ് പ്രഭാതം കാണാറുണ്ടോ? തവ സുപ്രഭാതം കേസറ്റ് വെക്കും, എന്ന വാതിൽ തുറന്നിട്ടൊന്ന് മുറ്റത്തിറങ്ങോ. കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മുറ്റത്തിറങ്ങിയിട്ട് 300 കോടി രൂപ ചെലവഴിച്ചിട്ട് കൊച്ചിൻ ബിനാലെ കാണാൻ വേണ്ടി പോകും. എന്നാൽ 3000 കോടി ചെലവഴിച്ചാൽ കിട്ടാത്ത സൗന്ദര്യമാണ് ഓരോ പ്രഭാതവും നമ്മുടെ വീട്ടിന്റെ മുന്നിലെത്തിക്കുന്നത്. ആ പ്രഭാതത്തെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കര് പാടിയതുപോലെ, പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്നൊരു പാട്ടുപാടിയിട്ട്, അല്ലെങ്കിൽ ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്ന് പാട്ടുപാടിയിട്ട് ആ പ്രഭാതത്തെ നോക്കാറുണ്ടോ?